ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. ഏറ്റവും ആദരണീയനും അഭിവന്ദ്യനുമായ മാവേലിക്കര ഭദ്രാസന സഹായ മെത്രാപ്പൊലിത്ത, അഭിവന്ദ്യനായ അലക്സിയോസ് മാർ എസേബിയോസ് മെത്രാപ്പൊലിത്ത, എൻ്റെ പ്രിയ വിദ്യാർത്ഥി കൂടിയായ അഖിലമലങ്കര യുവജന പ്രസ്ഥാനത്തിൻ്റെ ജനറൽ സെക്രട്ടറി പ്രിയപ്പെട്ട അജി കെ തോമസ് അച്ഛൻ, ശിഷ്യപരമ്പരയിൽ സ്നേഹം കൊണ്ടെപ്പോഴും വീർപ്പുമുട്ടിക്കുന്ന പ്രിയപ്പെട്ട ഷിജി അച്ഛൻ, ബഹുവന്യരായ ശമ്മാശന്മാരെ, സെമിനാരി വിദ്യാർത്ഥികളെ, മാവേലിക്കര ഭദ്രാസനത്തിൻ്റെ യുവജന പ്രസ്ഥാനത്തിൻ്റെ നേതൃനിരയിൽ വ്യക്തിമുദ്ര പതിപ്പിക്കുന്ന അനുഗ്രഹീതരായ എല്ലാ നേതൃത്വമുള്ള പ്രിയപ്പെട്ടവരെ, വാക്കുകൾ അധികമൊന്നും ആവശ്യമാകാതെ ജനമനസ്സിൽ പരിശുദ്ധനായി മാറിയ ഒരു പുണ്യപിതാവിൻ്റെ വാഗ്മയ ചിത്രം രൂപീകരിക്കുക എന്ന ദൗത്യത്തിലാണ് ഞാൻ നിൽക്കുന്നത്. ഈ കൊറോണ കാലത്ത് എല്ലാവരും നിശ്ചലമായിരിക്കുമ്പോൾ പത്രത്താളുകൾ എടുത്തു നോക്കുമ്പോൾ മാവേലിക്കര ഭദ്രാസനവും മാവേലിക്കര ഭദ്രാസന യുവജന പ്രസ്ഥാനവും അതിൻ്റെ താളുകളിൽ എപ്പോഴും ഇങ്ങനെ സജീവമായി നിലനിൽക്കുന്ന കാഴ്ച കാണുവാൻ ഒരു പഴയകാല യുവജന പ്രസ്ഥാന പ്രവർത്തകൻ എന്ന നിലയിൽ എനിക്കേറെ സന്തോഷവും ആവേശവും സൃഷ്ടിച്ചിട്ടുണ്ട്. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെയുള്ള വിവിധ മേഖലകളിൽ ഈ മാവേലിക്കര യുവജന പ്രസ്ഥാനം വിവിധ തരങ്ങളായ കർമ്മകാണ്ഡങ്ങൾ രചിക്കുന്നു എന്ന് കാണുന്നതിൽ കലവറ കൂടാത്ത അഭിനന്ദനവും നൽകുന്ന അഭിനന്ദ തിരുമേനിയോടും ഭദ്രാസന യുവജന പ്രസ്ഥാന നേതൃനിരയിലുള്ള എല്ലാ പ്രിയപ്പെട്ടവരോടും കലവറ കൂടാതെയുള്ള അനുമോദനങ്ങൾ ഞാൻ ആമുഖമായി സമർപ്പിക്കട്ടെ. വാക്കുകൾ ഏറെ കരുതി വച്ചാലും ചായക്കൂട്ടുകൾ ഏറെ ഒരുക്കി വച്ചാലും പൂർണ്ണമായി ആവാഹിക്കുവാൻ കഴിയാത്ത ചില ജീവിതങ്ങളുണ്ട്. അത്തരമൊരു സൂര്യ കിരണം പോലെ ശോഭിക്കുന്ന ഒരു ജീവിതത്തെ ആവാഹിക്കുന്ന ദൗത്യത്തിലാണ്, പരിശ്രമത്തിലാണ് ഞാനിവിടെ മാവേലിക്കര ഭദ്രാസന യുവജന പ്രസ്ഥാനത്തിന് ക്ഷണം സ്വീകരിച്ച് നിൽക്കപ്പെടുന്നത്. ജനനവും മരണവും എന്ന രണ്ട് അനിവാര്യതകൾക്ക് നടുവിൽ കേവലം യാന്ത്രികമായി തങ്ങളുടെ ജീവിതത്തെ ജീവിച്ചു തീർത്ത് മടങ്ങിപ്പോകുവാൻ ബന്ധപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ ജീവിതം കൊണ്ട് അന്ധകാരപരമായ പരിസരങ്ങളിൽ തിരുനാളം തെളിയിക്കേണ്ടത് തൻ്റെ ഉത്തരവാദിത്വമെന്ന് വിശ്വസിക്കുകയും അവിടെ പ്രകാശത്തിൻ്റെ വിശുദ്ധ വീജികൾ രചിക്കുകയും ചെയ്ത ഒരു മഹാപരിശുദ്ധൻ 19-ാം നൂറ്റാണ്ടിൻ്റെ ഉത്തരാർദ്ധത്തിൽ മലങ്കര സഭയുടെ പ്രക്ഷുബ്ധമായ സഭാ ചരിത്ര പശ്ചാത്തലങ്ങളിൽ നവീകരണ ഉപദേശങ്ങളുടെ വല്ലാത്ത കടന്നുകയറ്റങ്ങളുടെ നടുവിൽ ഏറെ പ്രതീക്ഷയോടെ നിലകൊണ്ടിരുന്ന ഒരു വലിയ സൂര്യ വിശുദ്ധ തേജസ്സിന്റെ പ്രണാമങ്ങളുടെ മുമ്പിലാണ് നാം ഇവിടെ നിൽക്കുന്നത്. അന്ധകാരം മൂടിക്കിടക്കുന്ന ജീവിത പരിസരങ്ങളിൽ മനുഷ്യൻ വല്ലാതെ ആഗ്രഹിച്ചു പോകുന്നത് എവിടെയെങ്കിലും ചില പ്രകാശത്തിന്റെ ചിരാതുകൾ ഉണ്ടാകുമോ എന്നാണ്. അങ്ങനെ അഭിമന്യ തിരുമേനി സൂചിപ്പിച്ചതുപോലെ 19-ാം നൂറ്റാണ്ടിന്റെ ഉത്തരാർദ്ധത്തിൽ ജാതി വ്യവസ്ഥയുടെയും മറ്റ് ഉച്ചനീചത്വങ്ങളുടെ നടുവിൽ ജനമാകെ ചില ചിരാതുകളെ ആഗ്രഹിച്ചപ്പോൾ ഒരു പ്രകാശഗോപുരമായി വിളങ്ങിയ പുണ്യവാന്റെ ഓർമ്മയിലാണ് നാം എത്തി നിൽക്കുന്നത്. അതുകൊണ്ട് മലങ്കര സഭയുടെ സഞ്ചാരപാതകളിൽ സൂര്യകിരണം പോലെ ശോഭിക്കുന്ന മഹാപരിശുദ്ധനാണ് പരിമല കൊച്ചു തിരുമേനി. ഈ ജീവിത ദർശനങ്ങളുടെ വാഗ്മയ ചിത്രം രൂപീകരിക്കാനുള്ള അതിദുഷ്കരമായ പരിശ്രമത്തിലാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഇങ്ങനെ സാധാരണ പറയാറുണ്ട്, ഒരാൾ തൻ്റെ ജീവിതത്തെ തൊടുന്ന വിധത്തിൽ നിന്നറിയാം അയാളിലെ ക്രിസ്തുവിൻ്റെ സാന്നിധ്യം. ഒരാൾ തൻ്റെ ജീവിതത്തെ എപ്രകാരം തൊടുന്നു എന്നതിൽ നിന്നാണ് അയാളിൽ അന്തർലീനമായിരിക്കുന്ന ക്രിസ്തുവിന്റെ തേജസ്സിനെയും ചൈതന്യത്തെയും നാം തിരിച്ചറിയുന്നത്. ജനമനസ്സുകളെ വൈകാര്യതയുടെ ഉന്നത ഭാവങ്ങളിലേക്ക് ഉയർത്തിവിട്ട് ചൂഷണം ചെയ്ത് വിശുദ്ധിയുടെ താരപരിവേഷങ്ങൾ സൃഷ്ടിച്ച നൂജൻ വിശുദ്ധന്മാരുടെ നടുവിലാണ് നാം തിരുമേനി ചോദിച്ച വളരെ നിർണായകമായ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുന്നത്. ആരാണ് വിശുദ്ധൻ? ഹു ഈസ് എ സെയിന്റ് എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുന്നത്. നവ സാങ്കേതിക വിദ്യയുടെ പിൻബലത്തിൽ
ഇത്തരം നൂജൻ പരിശുദ്ധന്മാർ കെട്ടിയാടുന്ന പാഴ്വേഷങ്ങളുടെ നടുവിൽ ഒരു നൂറ്റാണ്ടിനെ ഭേദിച്ച പരിശുദ്ധ ചൈതന്യത്തെ നാം വിലയിരുത്തുകയാണ്. ആ വിശുദ്ധന്റെ ജീവിതം നമ്മുടെ മുമ്പിൽ ഇങ്ങനെ കണ്ണാടി പോലെ തിളങ്ങി നിൽക്കുകയാണ്. എന്താണ് ഒരാളുടെ ജീവിത വിശുദ്ധിയുടെ ഉയരങ്ങൾ? ദ ഹൈറ്റ്സ് ഓഫ് ഹോളിനെസ്. ദീർഘദർശിമാരുടെ തലവനായ മോശ ഈ ഉയരം വ്യക്തമാക്കുന്നത് ഇങ്ങനെയാണ്. ആവർത്തന പുസ്തകം 28-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് ആ ഉയരം വ്യക്തമാക്കുന്നത്. നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട് ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന അവന്റെ സകല കൽപ്പനകളും പ്രമാണിച്ചു നടന്നാൽ നിന്റെ ദൈവമായ യഹോവ നിന്നെ ഭൂമിയിലുള്ള സകല ജാതികൾക്ക് മീതെ ഉന്നതനാക്കും. God will set you height over all nations of the earth. ഒരു വിശുദ്ധന്റെ ജീവിത രൂപീകരണത്തിന്റെ രീതിശാസ്ത്രം ഇതാണ്. ദൈവകൃപയുടെ ചാലക ശക്തികളോട് ചേർന്നിരുന്ന് ജീവിതത്തിന്റെ വിശുദ്ധിയുടെ ഉയരങ്ങൾ കണ്ടെത്തിയ ഒരു താപസ ശ്രേഷ്ഠൻ. പക്ഷെ വിശുദ്ധൻ എന്നൊരാൾ വിളിക്കപ്പെടുന്നത് പ്രാർത്ഥനാ ശക്തിയുടെ മാത്രം പിൻബലത്തിലാണ് എന്ന് വിശ്വസിക്കുമ്പോൾ നമുക്ക് ചില പുനർവായനകൾ ഇവിടെ അനിവാര്യമാണെന്നാണ് എൻ്റെ ഒരു ബോധ്യം. തന്റെ രക്ഷിതാവായ ക്രിസ്തുവിന്റെ മനസ്സ് വായിച്ച് രൂപീകരിക്കുന്ന തീവ്രമായ പ്രവർത്തന ശൈലികൾ ഒരു പരിശുദ്ധന്റെ രൂപീകരണത്തിന് അനിവാര്യമാണെന്ന് ജീവിച്ച് കാണിച്ച് തെളിയിച്ച ഒരു പരിശുദ്ധനാണ് പരിമല കൊച്ചു തിരുമേനി. താൻ ജീവിക്കുന്ന പരിസരങ്ങളെ ചലനാത്മകമാക്കുന്ന ഒരു വൈബ്രേഷൻസ്, വിശുദ്ധി എന്ന് പറയുന്നത് ഈ സമൂഹത്തിന് സൃഷ്ടിക്കുന്ന ആ വലിയ ചലനാത്മകതയാണ്, വൈബ്രേഷൻസ് ആണ്. ദ വൈബ്രേഷൻസ് ഓഫ് ഹോളിനെസ്, വിശുദ്ധിയുടെ ചലനാത്മകതകൾ സൃഷ്ടിച്ച ഒരു പരിശുദ്ധൻ. ഈ പരിശുദ്ധ പരിമല തിരുമേനി എന്ന ബഹുമുഖ പ്രതിഭയെ, അയ്യോ പാപം തിരുമേനി, പരിമലയിൽ പ്രാർത്ഥിച്ച ഒരു മനുഷ്യൻ എന്നൊക്കെ പറഞ്ഞ് നാം ഇങ്ങനെ ചിത്രീകരിക്കുമ്പോൾ, ഇപ്പോ ഈ വർഷം അതില്ല, കഴിഞ്ഞ വർഷമൊക്കെ ഈ പദയാത്രയോട് അനുബന്ധിച്ച് ഈ മൈക്കിലൂടെ ഒഴുകിയിറങ്ങുന്ന തിരുമേനിയുടെ അപദാനങ്ങളുണ്ടല്ലോ. ഞാൻ ഈ അപദാനങ്ങളെയൊക്കെ സൂക്ഷിക്കുമ്പോൾ ഒരു പാപം മനുഷ്യൻ, ഒരു വല്ലാത്ത പാപം മനുഷ്യൻ, പ്രാർത്ഥിച്ചു മാത്രം അവശനായി പോയി തീർന്ന ഒരു മനുഷ്യൻ എന്ന നിലയിലൊക്കെ വരുമ്പോൾ തീർച്ചയായും പരിമല തിരുമേനി എന്ന മഹാമേരുവിന്റെ, വിശുദ്ധിയുടെ മഹാപർവ്വതത്തിന്റെ വ്യക്തിത്വ ശോഷണം ഉണ്ടാകുന്നുണ്ടോ എന്ന് എനിക്ക് സംശയം തോന്നിയിട്ടുണ്ട്. ഈ മഹാവ്യക്തിത്വത്തിന്റെ വ്യക്തിത്വ പ്രതിഭകളിലേക്കുള്ള സത്യാന്വേഷണങ്ങൾ നാം നിർവഹിച്ചിട്ടുണ്ടോ സത്യസന്ധമായി? അങ്ങനെ അന്വേഷിച്ചാൽ പണ്ഡിതൻ, മികച്ച എഴുത്തുകാരൻ, മൽപ്പാൻ, വിദ്യാഭ്യാസ ദർശകൻ, ഭരണാധികാരി, സാമൂഹ്യ പരിഷ്കർത്താവ്, ഇങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത കർമ്മസരണികൾക്ക് ഉടമയായ ഒരു മനുഷ്യനെ അയ്യോ പാപം പാപത്തിൽ നാം അവതരിപ്പിക്കുമ്പോ കാലം കരുതി വെച്ച ഒരു വിശുദ്ധിയുടെ തേജസ്സിന് അർത്ഥപൂർണമായ ആവിഷ്കാരം നടത്തുവാൻ നമുക്ക് പലപ്പോഴും കഴിയാതെ പോകുന്നു എന്നത് ദുഃഖകരമാണ്. പൗരസ്ത്യ സഭയുടെ വിശ്വാസമനുസരിച്ച് ഒരു വിശുദ്ധൻ ലോകത്തിന്റെ പൊതുസ്വത്താണ്. തിരുമേനി ആശയം സൂചിപ്പിച്ചു എന്ന് തോന്നുന്നു. നാം പലപ്പോഴും മലങ്കരയുടെ മഹാപരിശുദ്ധൻ എന്ന് വിളിക്കുമ്പോ അത് നമ്മുടെ ആത്മബന്ധത്തിലാണ്. മലങ്കരയുടെ മഹാപരിശുദ്ധൻ എന്ന് പറയുമ്പോ ആ വിശുദ്ധന്റെ വിശുദ്ധി അതിരുകൾ എന്നേ ഭേദിച്ചു കഴിഞ്ഞു. ഭാരതത്തിലെ ഒരു ആത്മീയ ധ്രുവ നക്ഷത്ര ശോഭയെ കുറിക്കുവാൻ മലങ്കര സഭയുടെ, തോമാ പൈതൃകമുള്ള മലങ്കര സഭയുടെ ആത്മീയ ധ്രുവ നക്ഷത്ര ശോഭയെ കുറിക്കുവാൻ മലങ്കരയുടെ മഹാപരിശുദ്ധനെന്ന് നാം വിശേഷിപ്പിക്കാറുണ്ടെങ്കിലും ഇത് പരിശുദ്ധിയിൽ വിശ്വമാനവനാണ്. പരിശുദ്ധിയിൽ വിശ്വമാനവികത നേടിയ ഒരു പുണ്യവാനെയാണ് നാം അനുസ്മരിക്കുന്നത്. ഒപ്പം ചില അഹംഭോഗങ്ങൾക്ക് തിരിച്ചടി കൂടിയാണ് പരിമല തിരുമേനി എന്ന പരിശുദ്ധൻ. കറുത്തവരുടെ നാട്ടിൽ ഒരു വിശുദ്ധൻ ഉണ്ടാകുമോ എന്ന് ചിന്തിച്ച കൊളോണിയൽ യൂറോപ്യൻ അധിനിവേശങ്ങളുടെ നടുവിൽ തിരുത്തൽ ശക്തിയായിട്ടാണ് പരിമലയിലെ പുണ്യമാൻ വിശുദ്ധിയുടെ സൂര്യ തേജസ് ഭൂഖണ്ഡങ്ങൾക്കപ്പുറമായ വിവിധ പ്രദേശങ്ങളിലേക്ക് എത്തിച്ചെന്നും മുമ്പ് ഞാൻ സൂചിപ്പിച്ചതുപോലെ ഒരു സൂര്യകിരണം പോലെ നിറഞ്ഞു നിൽക്കുന്നത്. അതുകൊണ്ട് വിശുദ്ധന്മാർ നമുക്ക് മധ്യസ്ഥതകൾ തേടുവാനുള്ള ഇടങ്ങൾ മാത്രമല്ല,
നാം പരിചയപ്പെടേണ്ടതും ഈ തലമുറയ്ക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയും ചെയ്യേണ്ട പാഠപുസ്തകം കൂടിയാണ്. ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കട്ടെ, വിശുദ്ധന്മാർ നമുക്ക് മധ്യസ്ഥത തേടേണ്ട ഇടങ്ങൾ മാത്രമല്ല, നാം പരിചയപ്പെടുത്തേണ്ടതും ഈ തലമുറയ്ക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയും ചെയ്യേണ്ട പാഠപുസ്തകങ്ങൾ കൂടിയാണ്. ഒരു നൂറ്റാണ്ടിന് ശേഷം ആ പരിശുദ്ധന്റെ ജീവിതം നമ്മോട് എന്താവും സംസാരിക്കുക? ത്രിമുഖ തലങ്ങളിൽ നിന്നുകൊണ്ട് എന്നിൽ ഏൽപ്പിച്ച ഉത്തരവാദിത്വം പൂർത്തീകരിക്കാൻ ഞാൻ പരിശ്രമിക്കുകയാണ്. ഒന്നാമതായി, ഈ മഹാസൂര്യ തേജസ്സിനെ ഒന്ന് വിശദീകരിക്കുവാൻ ശ്രമിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് എത്തുന്ന ആദ്യ വിശേഷണം ചുറ്റുപാടുകളുടെ ഗന്ധമെറിഞ്ഞ പരിശുദ്ധൻ. A saint who realized the fragrance of his surroundings. ആയിരിക്കുന്ന ചുറ്റുപാടുടെ ഗന്ധം തിരിച്ചറിഞ്ഞ ഒരു മഹാപരിശുദ്ധൻ. യേശുതമ്പുരാൻ ദൈവരാജ്യവുമായി ബന്ധപ്പെടുത്തി പരിചയപ്പെടുത്തിയ ചിഹ്നങ്ങളും പ്രതികരണങ്ങളും നാം ശ്രദ്ധിച്ചിട്ടുണ്ടോ? പ്രതീകങ്ങളും നാം ശ്രദ്ധിച്ചിട്ടുണ്ടോ? എപ്പോഴും നമ്മൾ ആവർത്തിച്ച് കേൾക്കുന്ന ലളിത സുന്ദരങ്ങളായ രണ്ട് പ്രതീകങ്ങളുണ്ട്. ഒന്നത് ഭൂമിയുടെ ഉപ്പാകുന്നുവെന്നും മറ്റൊന്നത് ലോകത്തിന്റെ വെളിച്ചമാകുന്നു എന്നുമാണ്. അത് വളരെ പരിചിതമായ പ്രതീകങ്ങളാണ്. പക്ഷെ അത് ഒരു വല്ലാത്ത തിരുത്തൽ സാന്നിധ്യമാകുന്ന വിസ്ഫോടനാത്മകത നിറച്ചു വെക്കുന്ന പ്രതീകമാണ്. കാരണം യഹൂദ മതത്തിന് സ്ഥിരം പരിചിതമായ പ്രതീകം വെളിച്ചവും ഉപ്പുമൊന്നുമല്ല. അവൻ വാള്, the sword is their cultural symbol. വാളാണ് ഒരു യഹൂദന്റെ ജീവിത പരിസരങ്ങളിൽ മുദ്ര ചാർത്തപ്പെട്ട മഹത്തായ അടയാളം. അവിടെ ഹിംസയുടെയും പിടിച്ചെടുക്കലിന്റെയും അടിച്ചമർത്തലിന്റെ ഒക്കെ ഭാവങ്ങൾ ഈ വാളിൽ ഉണ്ട് എങ്കിൽ യേശുതമ്പുരാൻ ചൂണ്ടിക്കാണിച്ചു, വിശുദ്ധിയുടെ ഭക്തിയുടെ പുതിയ തലങ്ങളിലേക്ക് തേടുമ്പോൾ നാം ഉപ്പായി മാറുന്ന, വെളിച്ചമായി മാറുന്ന പുതിയ രൂപാന്തരത്തിന് വിധേയമാകണമെന്ന്. എന്താണ് ഉപ്പിന്റെ ധർമ്മം എന്ന് എപ്പോഴും സെമിനാരിയിൽ പിയിൽ എൻ്റെ കുട്ടികൾ ആവർത്തിക്കാറുണ്ട്. അതിങ്ങനെയാണ്: ഉപ്പ് അതിന് ഉണ്മയും രൂപവും നഷ്ടപ്പെടുത്തി മറ്റുള്ളവരുടെ രൂപവും ഉണ്മയും നിലനിർത്തുന്നു എന്നാണ് ഉപ്പിന്റെ പ്രത്യേകത. വെളിച്ചം ശരിയായ സ്വത്വ അവബോധത്തിലേക്ക് നമ്മെ വഴി നടത്തുന്നു എന്നാണ് ഇതിനർത്ഥം. ഇതാണ് ഞാൻ പറഞ്ഞു തന്നത്. ചുറ്റുപാടുകളിൽ സുഗന്ധം വിരിയിക്കുക എന്നതാണ് ഭക്തിയുടെ ലക്ഷണം. അതേറെ അന്വർത്ഥ്യമാക്കിയ ഒരു ജീവിതമാണ് പരിശുദ്ധനായ പരിമല തിരുമേനിയുടേത്. പക്ഷെ നമുക്കൊപ്പം രണ്ട് വേദനകൾ കൂടിയുണ്ട്. അതെന്താണ്? കാരം നഷ്ടപ്പെടുത്തുന്ന ഉപ്പും കരിന്തിരികെത്തുന്ന വെളിച്ചവും ഈ നാളിൽ നമ്മുടെ വേദനകളാണ്. ഇവിടെയാണ് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ചുറ്റുപാടിൽ സുഗന്ധം വിരിച്ച ഒരു പരിശുദ്ധൻ. അത് പരിമല തിരുമേനിക്കേറെ അന്യർത്ഥമായ ഒരു വിശേഷണമാണ്. ഇവിടെ ഒരു പ്രഹേളികയുണ്ട്. വിശുദ്ധൻ എന്ന് പറഞ്ഞാൽ അത് അന്തർമുഖനാണോ? തിരുമേനി അത് വിശദീകരിച്ചെന്ന് എനിക്ക് തോന്നുന്നത്. ഭാരതീയ മുനി പാരമ്പര്യവും ക്രൈസ്തവ മുനി പാരമ്പര്യവും നമ്മൾ വ്യത്യാസത്തിൽ തിരുമേനി വ്യക്തമാക്കാൻ ശ്രമിച്ചത് ഈ പ്രഹേളികയുടെ ഉത്തരമാണെന്നാണ് എൻ്റെ ധാരണ. വിശുദ്ധൻ എന്നാൽ അന്തർമുഖനാണോ? ലോകമോഹങ്ങളെ പരിത്യജിക്കുക എന്നതിന് ലോകത്തോട് മുഖം തിരിക്കുക എന്ന അർത്ഥമുണ്ടോ? ഇല്ല എന്നാണ് പരിമല തിരുമേനി നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ലോകത്തെ രൂപാന്തരപ്പെടുത്തുക മാത്രമാണ് നമ്മുടെ ദൗത്യം. ലോകത്തെ രൂപാന്തരപ്പെടുത്തുക മാത്രമാണ് ഒരു വിശ്വാസിയുടെ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞു തരുന്ന മഹാപരിശുദ്ധനാണ് പരിമല തിരുമേനി. നാം വിശുദ്ധിയുടെ പുതിയ ഉയരങ്ങൾ തേടുകയാണ്. പക്ഷേ നമുക്ക് വാർത്തകൾ രാവിലത്തെ ബെഡ് കോഫിയോടൊപ്പം വായിക്കാനും പിന്നെ പ്രഭാത കർമ്മങ്ങൾ സ്മൂത്തായി നിർവഹിക്കുവാനുമുള്ള ഒറ്റമൂലികളാണ്. ഇതൊന്നും നമ്മെ സങ്കടപ്പെടുത്തുകയും ആശങ്കപ്പെടുത്തുകയും ചെയ്യുന്നില്ല. ലോകത്തിലെ ഒരു കാർഡിയോളജിസ്റ്റിനും കണ്ടുപിടിക്കാൻ കഴിയാത്ത മാരകമായ എന്തോ നമ്മുടെ ഹൃദയധമനികളെ ഇന്ന് ബാധിച്ചിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. അതാകാം കുഞ്ഞുണ്ണി മാഷ് നമ്മെ പരിഹാസരൂപേണ കളിയാക്കിയത്. ഞാനാകുന്ന കുരിശിന്മേൽ ഞാൻ കിടക്കുകയാണ് ഞാൻ, എന്നിട്ടും ഞാൻ ക്രിസ്തുവായി തീരുന്നില്ല എന്ന കുഞ്ഞുണ്ണിയുടെ ആ അർത്ഥപൂർണമായ പരിഹാസമുണ്ടല്ലോ. ഇവിടെയാണ് ചുറ്റുപാടുകളെ ചലനാത്മകമാക്കി മാറ്റേണ്ട, ചുറ്റുപാടിലേക്ക് വിശുദ്ധിയുടെ സുഗന്ധം വിരിയിക്കേണ്ട ഉത്തരവാദിത്വം ആർജവത്വത്തോടെ ഏറ്റെടുത്ത ഒരു തിരുമേനിയുടെ ജീവിത ദർശനങ്ങളുടെ പ്രസക്തി. ആരാണ് ഒരു സന്യാസി? പൗരസ്ത്യ പാരമ്പര്യം, ഈസ്റ്റേൺ ട്രഡീഷൻ ഒരു സന്യാസിക്ക് കൊടുക്കുന്ന നിർവചനം ഇങ്ങനെയാണ്: പ്രകൃതിയോട് ബന്ധപ്പെട്ടും സൃഷ്ടിയുടെ മഹത്വം ആസ്വദിച്ചും അതിന്റെ നിഗൂഢതകളെ കുറിച്ച് നിരന്തരം മനനം ചെയ്ത് കഴിയുന്നവനാണ് സന്യാസി.
അതാണ് ക്രൈസ്തവ പാരമ്പര്യത്തിൽ, പൗരസ്ത്യ പാരമ്പര്യത്തിൽ ഒരു സന്യാസി. നമ്മുടെ കർത്താവിനെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പ്രകൃതിയുടെ മടിത്തട്ടിലേക്കും മനുഷ്യ നന്മയുടെ ചില്ലിക്കാശിലേക്കും കൊച്ചു കുട്ടികളുടെ പുഞ്ചിരിയിലേക്കും കാട്ടുപൂക്കളുടെ സുഗന്ധത്തിലേക്കും കണ്ണുകളോടിയ നസ്രായനെ നാം ശ്രദ്ധിച്ചിട്ടുണ്ടോ? ദ ഫ്രാഗ്നൻസ്. ഇത്തിരിപ്പോന്ന ലില്ലിപ്പൂക്കളും നേർച്ചപ്പെട്ടിയിൽ സമർപ്പിച്ച ഒരു പഴനാണയത്തിലുമൊക്കെ പുതിയ പുതിയ സുഗന്ധങ്ങൾ തിരിച്ചറിഞ്ഞ നസ്രായനെ നാം ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ നസ്രായന്റെ പാതകൾ പിൻപറ്റിയാണ് പരിമല തിരുമേനി 19-ാം നൂറ്റാണ്ടിന്റെ ഉത്തരാർദ്ധത്തിൽ മലങ്കര സഭയ്ക്ക് എന്ന് ചിന്തിക്കാൻ പോലും കഴിയുമോ എന്ന് എനിക്ക് സംശയമുണ്ട് ഒരു വിജാതീയ മിഷനെ പറ്റി. കാരണം ജാതീയതയിൽ വേരൂന്നി ജാതീയത ശക്തിയാർന്ന ഒരു സാമൂഹ്യ പരിസരങ്ങളിൽ നിലനിൽക്കുന്ന ഒരു സഭയിൽ ഒരു മുനിശ്രേഷ്ഠന് എത്രമാത്രം ഒരു വിജാതീയ മിഷനെ പറ്റി ആ കാലഘട്ടത്തിൽ ചിന്തിക്കാൻ കഴിഞ്ഞു? അത് വിശുദ്ധിയുടെ ഉയരങ്ങളില്ലാത്ത ഒരാൾക്ക് അന്വേഷണം നടത്താൻ കഴിയില്ല. ഈ 20-ാം നൂറ്റാണ്ടിൽ ദളിത് ദൈവശാസ്ത്രത്തെ പരിചയപ്പെടുത്തുന്ന ഒരു അധ്യാപകൻ കൂടിയാണ് ഞാൻ. പുതിയ തലമുറയിലെ ദളിത് ദൈവശാസ്ത്ര അന്വേഷകന്മാർ പറയുന്നു, ഞങ്ങൾക്ക് നിങ്ങളുടെ അനുകമ്പ വേണ്ട, ഞങ്ങൾക്ക് നിങ്ങളുടെ സഹതാപം വേണ്ട, ഞാൻ ആയിരിക്കുന്ന വ്യക്തിത്വങ്ങൾ എന്നെ ഉൾക്കൊള്ളാനുള്ള മനസ്സൊരുക്കമുണ്ട് എങ്കിൽ മാത്രം ഒരു ദൈവശാസ്ത്രം രൂപീകരിക്കാൻ കഴിയൂ എന്ന് ചിന്തിക്കുന്ന പുത്തൻ അന്വേഷണങ്ങൾ ഇവിടെയുണ്ട്. അത് പറയല്ല എൻ്റെ ഉത്തരവാദിത്വം. അങ്ങനെയെങ്കിൽ ആ കാലഘട്ടത്തിൽ അവരുടെ വ്യക്തിത്വത്തെ പൂർണ്ണമായി അംഗീകരിക്കുകയും അവരുടെ കുടിലുകളിലേക്ക് കടന്നു തരികയും അവരുടെ കുട്ടികളെ സ്വന്തം കൈകൊണ്ട് മാമോദീസ നൽകി ഈ സഭയിലേക്ക് പൂർണ്ണ ദൈവിക പ്രയാണത്തിലേക്ക് പൂർണ്ണമായ ദൈവിക തേജസ്സിലേക്ക് ആനയിച്ച വിശുദ്ധന്റെ വിശുദ്ധിയുടെ ഫ്രാഗ്നൻസ് എത്ര വർണ്ണനാതീതമാണ്. തിരുമേനിയുടെ വിദ്യാഭ്യാസ കാഴ്ചപ്പാട് എല്ലാവരും പറയാറുണ്ട്. പക്ഷെ ആ കാലഘട്ടത്തിന്റെ സാമൂഹ്യ പരിസരങ്ങളിൽ നിന്ന് ആ വിദ്യാഭ്യാസ കാഴ്ചപ്പാടുകളെ വായിച്ചെടുക്കുമ്പോൾ കടൽ കടന്നു വരുന്നതൊക്കെ നിഷിദ്ധമെന്നും പാപമെന്നും ചിന്തിച്ച ഒരു സാമൂഹ്യ പരിസരം മറന്നു പോകരുത്. എന്റെ ഉത്തരവാദിത്വം ഒരു സാമൂഹ്യ വായനയാണല്ലോ. കടൽ വരുന്നതെല്ലാം ശാപമെന്നും കടൽ കിടക്കുന്നത് പാപമെന്നും ചിന്തിച്ചൊരു സാമൂഹ്യ പരിസരങ്ങളിൽ നിന്നാണ് ആംഗലേയ വിദ്യാഭ്യാസത്തിന്റെ പ്രസക്തി തിരിച്ചറിയുകയും അതിന് പ്രചാരകനായി തിരുമേനി മാറുകയും ചെയ്യുന്നത്. ഒപ്പം കടൽ ഭേദിച്ച് വിശുദ്ധ നാട്ടിലേക്ക് യാത്ര ചെയ്യാൻ അദ്ദേഹം ആ പരിശുദ്ധൻ തയ്യാറാകുകയും ചെയ്യുന്നത് വിശുദ്ധിയുടെ ഉയരങ്ങളിൽ നിന്നുകൊണ്ട് മാത്രമാണ്. മലങ്കര സഭയുടെയും കേരള ചരിത്രവും പഠിക്കുമ്പോൾ ഒരു ശക്തമായൊരു മൂവ്മെന്റ് ഉണ്ട്. കൗണ്ടർ മലയാളി മെമ്മോറിയൽ എന്നറിയപ്പെടും. മലയാളി മെമ്മോറിയലുമുണ്ട്, കൗണ്ടർ മലയാളി മെമ്മോറിയലുമുണ്ട്. മലയാളി മെമ്മോറിയൽ അന്ന് വരേണ്യവർഗത്തിന്റെ പ്രതിരോധമാണ്. അതിനായിരുന്നു നമ്മളൊക്കെ ചേർന്ന് നിന്നിരുന്നത്. പക്ഷെ ആലപ്പുഴയിൽ നടന്ന കൗണ്ടർ മലയാളി മെമ്മോറിയൽ ഈഴവ സമുദായത്തെ കൂടെ ഇതിനുള്ളിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുവാൻ പരിശ്രമിച്ച വിപ്ലവാത്മകമായ സമീപനമാണ്. അതിൽ പങ്കെടുത്ത് പ്രസംഗിച്ച ആളാണ് പരിമല തിരുമേനി എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലെ ഫ്രെയിംവർക്ക്, അയ്യോ പാവം തിരുമേനി, പരിമല തിരുമേനി ഇങ്ങനെ പരിമലയിൽ തന്നെ പ്രാർത്ഥിച്ചിരുന്ന ഒരു പാവം പൊന്നു തിരുമേനി എന്നൊക്കെ പറയുമ്പോൾ എത്ര വലിയ ചലനാത്മകമാണ്, എത്ര മാത്രം വിസ്ഫോടനാത്മകമാണ് ആ ജീവിതത്തിന്റെ സുഗന്ധം. ആ കാലഘട്ടത്തിൽ ആർക്കും അങ്ങനെ ചിന്തിക്കാൻ കഴിയില്ല എന്നതുകൊണ്ട് ഞാൻ തിരുമേനിക്ക് കൊടുക്കുന്ന ഒരു ടൈറ്റിലുണ്ട്, എ സെയിന്റ് ഓഫ് ബ്രേവ് മൂവ്മെന്റ്സ്. ചടുലമായ ചലനങ്ങളുടെ വിശുദ്ധൻ കൂടിയാണ് പരിമല തിരുമേനി എന്ന് പറയുവാൻ കഴിയും. അതങ്ങനെ പറയാൻ എനിക്ക് ധൈര്യം നൽകിയത് ഭാഗ്യസ്മരണാർഹനും പുണ്യശ്ലോകനുമായ ഡോക്ടർ പൗലോസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനി പരിമല തിരുമേനിക്ക് 4 വിശേഷണങ്ങൾ ചാർത്തി നൽകിയത് നിങ്ങളൊക്കെ വായിച്ചിട്ടുണ്ട്. 4 വിശേഷണങ്ങളിൽ 1 പ്രതിഭാശാലിയായ പരിശുദ്ധൻ, 2 വിശുദ്ധി അണഞ്ഞ ദൈവമനുഷ്യൻ, 3 യഥാർത്ഥ ആത്മീയ വൈദ്യൻ, 4 മഹാജ്ഞാനി. 4 വിശേഷണങ്ങളാണ് പരിമല തിരുമേനിക്ക് പൗലോസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനി നൽകിയത്. ആ ചിന്തകളോട് ചേർന്നാണ് ഈ വിശുദ്ധന് എ സെയിന്റ് ഓഫ് ബ്രേവ് മൂവ്മെന്റ്സ്, വളരെ ചടുലമായ ചലനങ്ങളുടെ വിശുദ്ധൻ എന്ന് വിശേഷിപ്പിക്കാൻ കഴിഞ്ഞു. അതുകൊണ്ട് ഒന്നാമതായി ഈ അനുസ്മരണ ഭാഗമായി എനിക്ക് പറയാനുള്ളത്, ചുറ്റുപാടുകളുടെ ഗന്ധമെറിഞ്ഞ ഒരു പരിശുദ്ധൻ പരിമല തിരുമേനിയിൽ കാണുവാൻ കഴിയും. എ സെയിന്റ് ഹു റിയലൈസ് ദ ഫ്രാഗ്രൻസ് ഓഫ് ഹിസ് സറൗണ്ടിങ്സ്. അതുകൊണ്ടാണ് തിരുമേനിക്ക് ഇത് സാധ്യമായെന്ന് വിശ്വസിക്കുക. 2 ആത്മീയതയുടെ പുത്തൻ പാഠങ്ങൾ പരിചയപ്പെടുത്തിയ വിശുദ്ധനാണ് പരിമല തിരുമേനി. എ സെയിന്റ് ഹു ടീച്ച് ന്യൂ ഫേസസ് ഓഫ് സ്പിരിച്വാലിറ്റി. ആത്മീയതയുടെ പുതിയ 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 തലങ്ങൾ പരിചയപ്പെടുത്തിയ ഒരു വിശുദ്ധനാണത്. ആത്മീയത എന്നത് ദൈവസംബന്ധിയാണ്.
എന്നാൽ അതിന്റെ ആവിഷ്കാരത്തെ പറ്റി വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങളും പഠിപ്പിക്കലും ഉണ്ട് എന്ന് നമുക്കറിയാം. എന്നാൽ ജീവിതത്തിന്റെ സംഘർഷഭരിതമായ ചുറ്റുപാടുകളിൽ നടക്കുവാൻ ഒരുവനെ പ്രേരിപ്പിക്കുന്ന മഹാവികാരത്തിന്റെ പേരാണ് ആധ്യാത്മികത എന്ന് ചൊല്ലിക്കൊടുത്ത ചുരുക്കം ചില വിശുദ്ധന്മാരേ ഉള്ളൂ. ആ വിശുദ്ധന്മാരിൽ അഗ്രഗണ്യനാണ് പരിമലക്കൊച്ചു തിരുമേനി. നാം ഇന്ന് മഹാമാരി ഉയർത്തിയ നിരാശയുടെ പരിസരങ്ങളിലാണല്ലോ. ഒപ്പം എവിടെ നിന്റെ ദൈവമെന്ന ക്രൂരമായ പരിഹാസങ്ങളുടെ നടുവിലും രോഗഭീതികളുടെ നടുവിൽ കൂസലില്ലാതെ നടന്നുപോയ ഒരു പരിശുദ്ധനെ നാം ഇവിടെ ഓർത്തെടുക്കുന്നത് അവിടെയാണ്. ഇവിടെ പലരുടെയും ചിന്ത അവസാനത്തെ കൊറോണ രോഗിയും സൗഖ്യമായതിനു ശേഷം മാസ്ക് ഒക്കെ അഴിച്ചു മാറ്റി ദൈവത്തിന് ഹല്ലേലൂയ പാടുന്ന സുന്ദര മുഹൂർത്തത്തെ പറ്റിയുള്ള പ്രതീക്ഷയിലാണ് ഇന്ന് ഭൂരിഭാഗം പലരും. ഇവിടെയാണ് ജീവിതത്തിന്റെ സങ്കടങ്ങളുടെ നടുവിലൂടെ ഇങ്ങ് നടന്നു പോകുവാൻ കരുത്തു കാണിച്ച ആത്മീയതയുടെ ഒരു സാന്നിധ്യത്തെ നാം പരിചയപ്പെടുന്നത്, ഒരു വിശുദ്ധന്റെ സഞ്ചാരപഥങ്ങളെ നാം പരിചയപ്പെടുന്നത്. തിരുമേനി പറയുന്ന ഒരു വാചകമുണ്ട്, ഒരു യഥാർത്ഥ സന്യാസി മാത്രമാണെന്നില്ല കേട്ടോ, വിശ്വാസി എന്നൂടെ തിരുത്താം. പക്ഷെ തിരുമേനി അങ്ങനെ എഴുതാത്തത് കൊണ്ട് എനിക്കങ്ങനെ പറയാൻ സ്വാതന്ത്ര്യമില്ല. പക്ഷെ ഞാൻ എൻ്റെ മനസ്സിൽ അവിടെ വിശ്വാസി ആണ്, ഞാൻ സന്യാസി അല്ലാത്തത് കൊണ്ട് ആ കൂട്ടത്തിൽ ബ്രാക്കറ്റിൽ വിശ്വാസി എന്നൂടെ എഴുതാറുണ്ട്. പക്ഷെ തിരുമേനിയുടെ വാചകം ഇങ്ങനെയാണ്, ഫുട് നോട്ട് എഴുതുമ്പോൾ കൃത്യമായിട്ട് എഴുതിയില്ലെങ്കിൽ തിരുമേനി ചെവിക്ക് പിടിച്ചാൽ എന്ത് ചെയ്യും? അതുകൊണ്ട് യഥാർത്ഥമായ കൊട്ടേഷൻ ഇങ്ങനെയാണ്, ഒരു യഥാർത്ഥ സന്യാസി ദിവസേന കുറച്ച് മരിക്കണം. അപ്പൊ പിന്നെ അവസാനം അവന് മരിക്കാൻ അധികം ഒന്നും ഉണ്ടാവില്ല. ഇത് തിരുമേനിയുടെ ജീവിതത്തിന്റെ വർക്കിംഗ് ഫിലോസഫിയാണ്. ഇതിലാണ് തിരുമേനി തന്റെ ജീവിതത്തെ, ഈ ഒരു ആത്മീയതയുടെ ഒരു മഹാമേരുവിന് മാത്രമാണ് ഇങ്ങനെ ചിന്തിക്കാൻ സാധിക്കുക. ആധ്യാത്മികതയുടെ ഒരു 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 തലം, പൗരസ്ത്യ ആധ്യാത്മികതയ്ക്ക് നൽകുന്ന ഏറ്റവും മഹത്തായ പ്രതീകം ഞങ്ങൾ സെമിനാരിയിൽ പഠിക്കുന്നു, ഹൃദയശുദ്ധീകരണമാണ്. ഹൃദയശുദ്ധീകരണങ്ങളുടെ ഔന്നത്യഭാവങ്ങൾ തേടുന്നവർക്ക് മാത്രമാണ് ഇത് കണ്ടെത്തുവാൻ തക്കവണ്ണം കഴിയുന്നത്. തിരുമേനി തന്റെ ഊർശലേം യാത്രാ വിവരണം എഴുതുമ്പോൾ അല്പം കാവ്യാത്മഭാവനയിൽ എഴുതിയെങ്കിലും തിരുമേനി യെരുശലേമിനോട് അടുക്കുമ്പോൾ തിരുമേനി കുറിച്ചു വെച്ച സുന്ദരമായ ഒരു വാചകം എൻ്റെ ഹൃദയത്തിൽ എപ്പോഴും കടന്നു വരുന്നുണ്ട്. തിരുമേനി എഴുതിയത്, വിശുദ്ധ നാട്ടിലേക്ക് അടുക്കും തോറും പർവ്വതങ്ങളുടെ ഉയരം കൂടിക്കൂടി വരുന്നു. തിരുമേനി അത് കാവ്യാത്മകമായി വർണ്ണിച്ചുവെങ്കിലും അത് ആത്മീയതയുടെ ഒരു ഉണർത്തുമാട്ടായിട്ട് എനിക്ക് തോന്നുന്നത്. വിശുദ്ധ നഗരത്തോട് അടുക്കും തോറും പർവ്വതങ്ങളുടെ ഉയരം കൂടിക്കൂടി വരുന്നു എന്നത് വളരെ കാവ്യാത്മകമായി, ഒരുപക്ഷെ തിരുമേനിയുടെ ഭൂമിശാസ്ത്ര വർണ്ണനയാവാം അത്, പക്ഷേ അത് ആത്മീയതയെ പറ്റിയുള്ളൊരു മുൻകുറിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. വിശ്വാസവും ജീവിതവും ഒന്നായി കണ്ട ഒരു പരിശുദ്ധൻ. അതുകൊണ്ടാണ് നവീകരണ വിശ്വാസങ്ങളോട് വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് കൈക്കൊള്ളുവാൻ ആ പരിശുദ്ധനെ പ്രേരിപ്പിച്ചത്. വിശുദ്ധ കൂദാശകളിൽ അധിഷ്ഠിതമായ നിർമ്മലമായ വിശ്വാസം, ജീവിതം കൊണ്ട് വിശ്വാസത്തെ വിശദീകരിച്ച വിശുദ്ധൻ. കാരണം ആ കാലഘട്ടത്തിൽ ഒരു ജീവിതമില്ലായിരുന്നുവെങ്കിൽ പരിമല തിരുമേനിക്ക് ആ കാലഘട്ടത്തെ ഒരു സാമൂഹ്യ ചരിത്ര വായനയ്ക്ക് വിധേയമാക്കിയാൽ സൂര്യൻ അസ്തമിക്കാത്ത നാടിന്റെ ഭരണാധികാരികൾ ബ്രിട്ടീഷ് ഭരണകൂടത്തിന്റെ ഒത്താശയിൽ വൈസ്രോയി ഭരണം, നവീകരണ മേഖലയിൽ നിൽക്കുന്ന പ്രഗത്ഭരും പ്രതിഭാശാലികളുമായ ആളുകൾ, അതിന്റെ എല്ലാം നടുവിൽ മധ്യ കേരളത്തിൽ തന്നെ 100-ലധികം പള്ളികൾ ആ കാലഘട്ടത്തിൽ തിരുമേനി സ്ഥാപിച്ചു എന്ന് പറയുമ്പോൾ പറഞ്ഞ അയ്യോ പാപം തിരുമേനി എന്ന സങ്കല്പം എത്ര വലിയ ചലനാത്മകതയിലേക്ക് എത്തുകയാണ്. 150-ലധികം പള്ളികളുടെ മെത്രാപ്പൊലിത്തയായിരുന്നു അഭിമന്യ തിരുമേനി. അതുകൂടാതെ തിരുമേനിയുടെ കാലഘട്ടത്തിൽ ഈ ഉത്തര കേരളത്തിൽ മാത്രം മറ്റക്കണക്കിന് കരഞ്ഞുകൂടാ 100-ലധികം പള്ളികൾ തിരുമേനി സ്ഥാപിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ജീവിതം കൊണ്ട് വിശ്വാസത്തെ വിശുദ്ധീകരിക്കുവാൻ ആ പരിശുദ്ധന്റെ വിശ്വാസത്തിന് കഴിഞ്ഞു എന്നത് വളരെ വളരെ പ്രസക്തമല്ലേ ഈ കാലഘട്ടത്തിൽ. മരുന്നുകൾക്കപ്പുറമായി യാമപ്രാർത്ഥനകളെ പ്രണയിച്ച പരിശുദ്ധൻ, തന്റെ പിതാവ് തന്റെ രോഗത്തിന്റെ സൗഖ്യത്തിന് വേണ്ടി കൊടുത്തയച്ച മരുന്ന് പിതാവിനെ സംതൃപ്തി ആക്കുവാൻ വാങ്ങിച്ചതിന് ശേഷം പരിമലയിലെ യാമപ്രാർത്ഥനയിൽ സംതൃപ്തിയും അർത്ഥവും കണ്ടെത്തിയ ഒരു പരിശുദ്ധൻ. ഇവിടെയാണ് ഒരു യഥാർത്ഥ പരിശുദ്ധ ബോധ്യങ്ങളെ കാണുന്നത്. സാധാരണഗതിയിൽ ഒരു പരിമലയിലെ തിരുപുണ്യവാനെ ഒരു ദൃശ്യവര്യൻ എന്ന് നാം വിശേഷിപ്പിക്കാറുണ്ട്. ഭാരതീയ പാരമ്പര്യത്തിൽ ആരാണ് ഒരു ദൃശ്യവര്യൻ? ഇങ്ങനെയാണ് ഒരു ദൃശ്യവര്യന് ഭാരതീയ പാരമ്പര്യം നൽകുന്ന നിർവചനം: അഗ്നിദേവോ ദ്വിജാതീനാം ദീക്ഷീണാം ഹൃദി ദൈവതം എന്ന് പറഞ്ഞ
ബ്രാഹ്മണന് അഗ്നിയാണ് ദേവൻ, ഋഷികൾക്ക് അത് ഹൃദയത്തിലാണ് എന്ന്. ഇത് തന്നെയാണ് ഹൃദയ ശുദ്ധീകരണം മുമ്പ് ഞാൻ പറഞ്ഞത്. ഹൃദയത്തിൽ രക്ഷകന്റെ ദിവ്യ സാന്നിധ്യം കൊണ്ടു നടന്ന പരിശുദ്ധൻ, മലങ്കരയുടെ ദൃശ്യവരുതൻ എന്നൊക്കെ പറയുമ്പോൾ എന്തു വലിയ വിശ്വാസത്തിന്റെ പാഠബോധ്യങ്ങളെയാ നമുക്ക് നൽകുന്നത്. അതുകൊണ്ട് രണ്ടാമതായി എനിക്ക് പറഞ്ഞു വെക്കാനുള്ളത്, പറയുവാനുള്ളത്, അനുസ്മരിക്കുവാനുള്ളത്, ആത്മീയതയുടെ പുത്തൻ പാഠങ്ങൾ പരിചയപ്പെടുത്തിയ ഒരു വിശുദ്ധനെ പറ്റി, ദ സെയിന്റ് ഹു ടീച്ച് ന്യൂ ഫേസസ് ഓഫ് സ്പിരിച്വാലിറ്റി. ഞാൻ എൻ്റെ ഉത്തരവാദിത്വത്തിന്റെ അവസാന ഭാഗത്തിലേക്ക് എത്തുമ്പോൾ മൂന്നാം തലത്തിൽ പെരുമല തിരുമേനിയെ ഒരു വാഗ്മയ ചിത്രം, ഒരു അനുസ്മരണം നിർവഹിക്കുമ്പോൾ മൂന്നാമതായിട്ട് എനിക്ക് തോന്നുന്നത് സത്യത്തിന്റെ ഉദ്ഘോഷകനായ വിശുദ്ധൻ എന്നാണ്. ദ സെയിന്റ്, ദ ഹെറാൾഡ് ഓഫ് ട്രൂത്ത്. സത്യത്തിന്റെ ഉദ്ഘോഷകനായി മാറിയ വിശുദ്ധൻ. എന്താണ് സത്യം? ഇത് വിശുദ്ധ വേദപുസ്തകത്തിൽ ഉയരുന്ന ഒരു ചോദ്യമാണ്. വാട്ട് ഈസ് ട്രൂത്ത്? ഇത് ഹെരോദാവാണ് ചോദിക്കുന്നത്. എന്താണ് സത്യം? ചോദിക്കുന്നത് ക്രിസ്തുവിനോടാണ്. ക്രിസ്തു ഒരു ഉത്തരവും പറയുന്നില്ല. ക്രിസ്തു ഉത്തരം പറയാത്തതിന്റെ കാരണം സത്യം തിയറിറ്റിക്കലായി അന്വേഷിക്കേണ്ടതല്ല, സത്യം കണ്ടറിയേണ്ടതും തൊട്ടറിയേണ്ടതും, കണ്ടറിഞ്ഞ് തൊട്ടറിഞ്ഞ് ഉദ്ഘോഷിക്കേണ്ടതുമാണ്. അതാണ് സത്യം എന്ന ബോധ്യത്തിലാണ്. അവിടെയാണ് അവിടുന്ന് ഇങ്ങനെ കുരിശിന്റെ അടിവാരത്തിലേക്ക് എത്തുമ്പോൾ നാം ശതാധിപനെ പരിചയപ്പെടുന്നത്. ശതാധിപൻ പറഞ്ഞു, അവൻ വാസ്തവമായും. അവിടെയാണ് സത്യത്തിന്റെ തിരിച്ചറിവുണ്ടാകുന്നത്. സത്യം ഹൃദയത്തിന്റെ തലങ്ങളിൽ നിന്നുകൊണ്ട് നാം കാണും. അതുകൊണ്ടാണ് സഭ അതിന്റെ ശുശ്രൂഷയിൽ, ഉയർപ്പിന്റെ പാരമ്പര്യതയിൽ നാം പറയുന്നത് അവൻ വാസ്തവമായും കബറിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു എന്ന്. ഇത് സത്യത്തിന്റെ ഉദ്ഘോഷകമാണ്. പക്ഷെ എന്തുകൊണ്ടെന്ന് അറിഞ്ഞുകൂടാ, നാം ഇപ്പം ജീവിക്കുന്നത് പോസ്റ്റ് ട്രൂത്ത് കാലഘട്ടത്തിലാണ്, ഉത്തര സത്യത്തിന്റെ കാലഘട്ടത്തിലാണ്. കാരണം സത്യമെന്ന് പറഞ്ഞ് അവതരിപ്പിക്കുന്നത് എല്ലാം കള്ളാണ്. അതുകൊണ്ട് ഇപ്പോൾ ഒരു പുതിയ പദമുണ്ട്, സത്യാനന്തര വിശുദ്ധി. സത്യമാണെന്ന് നാം ചിന്തിക്കുന്ന പലതിൻ്റെയും വിശുദ്ധി, പൃഥുത്വം അന്വേഷിക്കണം. ഈ മലങ്കര സഭ ഈ കാലഘട്ടങ്ങളിൽ അതിന് ഏറെ ബലിയാടാണെന്ന് നമുക്കറിയാം. ഒരു സോഷ്യൽ മീഡിയയുമായി ബന്ധപ്പെട്ടാണ് ഈ പോസ്റ്റ് ട്രൂത്ത് എന്ന സംജ്ഞ തന്നെ കടന്നു വന്നത്. അതൊന്നും വിശദീകരിക്കുകയല്ല എൻ്റെ ഉത്തരവാദിത്വം. പക്ഷെ നാം ഉത്തര സത്യമെന്ന, പോസ്റ്റ് ട്രൂത്ത് എന്ന തലങ്ങളിൽ സത്യം വ്യഭിചരിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ, സത്യം വികലമാക്കപ്പെടുന്ന കാര്യത്തിൽ, അസത്യങ്ങളെ സത്യത്തിന്റെ കുപ്പായമണിയിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് സത്യത്തിന്റെ ഉദ്ഘോഷകനായ ഒരു പരിശുദ്ധനെ പരിചയപ്പെടുന്നത്. തിരുമേനിയുടെ ജീവചരിത്രത്തിലെ കരിങ്ങാസ്ത്ര പള്ളിക്കേസ് വളരെ പ്രമാദമാണ്. കരിങ്ങാസ്ത്ര പള്ളിയുടെ കുരിശും തൊട്ടിയുടെ കൂദാശിയുമായി ബന്ധപ്പെട്ട് ഈ പരിശുദ്ധനെ കോടതിയിൽ വിസ്തരിച്ചു. അവിടെ ധൂപം വെച്ചോ ഇല്ലയോ എന്നതാണ് ചോദ്യം. ധൂപം വെച്ചു എന്ന് പറഞ്ഞാൽ പള്ളിയുടെ ട്രസ്റ്റിയും ഭരണകൈക്കാരികളും അകത്തുപോകും. അതുകൊണ്ട് പള്ളിക്കാരും എന്ന് പറഞ്ഞു പൊന്നു തിരുമേനി ചതിക്കരുത്, അവിടെ പോയി ധൂപം വെച്ചു എന്ന് പറയരുത്. പക്ഷേ കോടതി വരാന്തയിൽ നിന്നുകൊണ്ട് അവിടെ ഞാൻ ധൂപം വെച്ചു എന്ന് തിരുമേനിക്ക് യാതൊരു അമാന്തവും ഉണ്ടായിരുന്നില്ല. കാരണം തൻ്റെ സാക്ഷ്യങ്ങൾ ഓരോന്നും സത്യത്തിന് അനുകൂലമായിരുന്നു. വീണ്ടും സഭാചരിത്രത്തിലെ അത്യുജ്വലമായൊരു മുഹൂർത്തമുണ്ട്. എല്ലാവരും ഇപ്പോൾ പറയുന്നത് പത്രോസ് പാത്രിക്കീസിന് സൽമൂസ കൊടുത്തു എന്ന കഥ മാത്രമേ ഉള്ളൂ. പക്ഷെ അവിടെ നിന്ന് ആലപ്പുഴ കോടതിയിലേക്ക് ആരും വന്നില്ല, ചരിത്രത്തെ എത്തിച്ചില്ല. അവിടെ എന്താണ് എത്തുന്നത്? കുരുക്ഷേത്ര ഭൂമിയിൽ നിൽക്കുന്ന ആ മനോവികാരത്തോട് നിൽക്കുന്ന പരിമല തിരുമേനിയുണ്ട്. തന്റെ ഗുരുവായ യുയാക്കീം മാർ കുറിലോസ്, പട്ടം കൊടുത്ത പത്രോസ് പാത്രിക്കീസ്, ഇവരുടെയൊക്കെ മധ്യത്തിൽ നിന്നുകൊണ്ട് ആലപ്പുഴ കോടതിയിൽ പുലിക്കോട്ടിൽ ജോസഫ് മാർ ദിവന്നാസ്യോസ് രണ്ടാമൻ അനുകൂലമായി, 6 മെത്രാപ്പോലിത്തന്മാരിൽ 5 പേരും മൊഴി കൊടുത്തില്ല. അനുകൂലമായി, ധീരമായി, സത്യത്തിന് അനുകൂലമായി മൊഴി കൊടുത്തത് പരിമല തിരുമേനിയാണെന്ന് ആലപ്പുഴ കോടതിയുടെ കോടതി വ്യവഹാരങ്ങൾ ഇന്നും നമ്മോട് ഓർമ്മിപ്പിക്കുമ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത്, ദ സെയിന്റ്, ദ ഹെറാൾഡ് ഓഫ് ട്രൂത്ത്. സത്യത്തിന്റെ മുമ്പിൽ നിൽക്കുന്ന ബന്ധുജനങ്ങളുടെയോ പട്ടം കൊടുത്ത സാന്നിധ്യങ്ങളോടെ സ്നേഹനിർഭരങ്ങളോ ഒന്നും സത്യത്തിന് അനുകൂലമായി സാക്ഷ്യം പറയുവാൻ തിരുമേനിക്ക് തടസ്സമായിരുന്നില്ല എന്നത് നാം ചരിത്രത്തിൽ വായിക്കണം. തിരുമേനി തന്നെ പറഞ്ഞിട്ടുണ്ട്, സത്യത്തിന് വിരുദ്ധമായ നിലപാടെടുത്താൽ 2 കാര്യങ്ങൾ സംഭവിക്കുമെന്ന്. തിരുമേനിയുടെ വാചകമാണ്. 1 ആത്മനാശവും, 2 കുടുംബനാശവും. തിരുമേനി പറഞ്ഞിട്ടുള്ളതാ. സത്യത്തിന് വിരുദ്ധമായ നിലപാടെടുത്താൽ 2 അപകടങ്ങളാണുള്ളത്. 1 ആത്മനാശവും, പിന്നെ കുടുംബനാശവും. എന്താ കാഴ്ചയുടെ ക്ലാരിറ്റി? കാഴ്ചയുടെ ക്ലാരിറ്റി വോൾട്ടേജുകളുമായി ബന്ധപ്പെട്ടെന്ന നമ്മുടെ ധാരണ അല്ല. പൗരസ്ത്യ പാരമ്പര്യം പറയുന്നു അബ്സല്യൂട്ട് ഫുൾനെസ്, സെർച്ച് ഫോർ അബ്സല്യൂട്ട് ഫുൾനെസ്. പരിപൂർണമായ ആ പൂർണ്ണതയെ അന്വേഷിക്കുന്നതാണ് സത്യത്തിന്റെ നയനങ്ങൾ. ഇതൊരു വിശുദ്ധന്റെ സത്യാന്വേഷണത്തിന്റെ കാതലാണ്.
പക്ഷെ നമ്മളിപ്പം ടാക്ടിക്കൽ സൈലൻസിന്റെയും ഡിപ്ലോമാറ്റിക് മൂവ്മെന്റ്സിന്റെയും ഒക്കെ ലോകത്താണ്. ലോകം അങ്ങനെയാവാം. പക്ഷേ വിശുദ്ധർക്കൊരു പ്രത്യേകതയുണ്ട്. വിശുദ്ധർക്ക് ഇന്ദ്രിയാതീതമായ അറിവുണ്ടെന്നാണ് സഭാ പാരമ്പര്യവും പൗരസ്ത്യ പാരമ്പര്യവും ഭാരതീയ പാരമ്പര്യവും നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. നമ്മൾ ഈ ചിത്രകല പരിചയപ്പെടുമ്പോൾ അവിടെ ഒരു പദമുണ്ട്, ഒപ്റ്റിക്കൽ ഇലൂഷൻ എന്ന പദം അവിടെ ഉപയോഗിക്കുന്നത്. അടുത്ത് ചെല്ലുമ്പോഴേ അറിയത്തുള്ളൂ നമ്മൾ കബളിക്കപ്പെട്ടു വന്നത്. കണ്ടതൊന്നും ശരിയല്ല, ഇതൊരു ഒപ്റ്റിക്കൽ ഇലൂഷനാണ്. കണ്ടതൊന്നും സത്യമല്ല, ഇതൊക്കെ മായാക്കാഴ്ചയാണെന്ന് ക്യാൻവാസിന് അടുത്ത് നിൽക്കുന്നവർ മാത്രമാണ് കാണാറ്. പക്ഷേ ദീർഘദർശന സത്യത്തിൽ ചാലിച്ച ദീർഘദർശന നയനങ്ങളുള്ളവർക്ക് മാത്രമേ ഇത്തരം ഒപ്റ്റിക്കൽ ഇലൂഷൻസിനെ അതിജീവിക്കാൻ കഴിയൂ. ഒരുപക്ഷെ നാമും നമ്മുടെ പരിസരങ്ങളിലെ ശുശ്രൂഷകളും നാം പരിചയപ്പെടുന്ന നവമാധ്യമ ആഘോഷങ്ങളുമൊക്കെ ഇത്തരം ഒപ്റ്റിക്കൽ ഇലൂഷൻസ് ആണ്. സത്യമെന്ന പേരിൽ ആഘോഷിക്കപ്പെടുമ്പോൾ യഥാർത്ഥ പരിശുദ്ധ ആത്മ നൽവരമുള്ളവർക്ക് മാത്രമാണ് ഇതിൻ്റെയൊക്കെ നടുവിലൂടെ ധീരതയോടും ഒപ്പം നിസ്സംഗതയോടും ഒക്കെ നടന്നു പോകുവാൻ നമുക്ക് കഴിയുന്നത്. തിരുവെഴുത്തുകൾക്ക് അനുസൃതമായി ചിട്ടപ്പെടുത്തിയ ഒരു ജീവിതം ഒരു പരിശുദ്ധന്റെ പിറവി മാത്രമല്ല, ദൈവകരുണയുടെ ആഘോഷം കൂടിയ. ഞാൻ അവസാനിപ്പിക്കുക. 120 വർഷങ്ങൾ ജീവിച്ച ശേഷം മോശ മരിക്കുമ്പോൾ മോശയെ പറ്റി നൽകുന്ന 2 വിശേഷണങ്ങളുണ്ട്. അവന്റെ കണ്ണു മങ്ങാതെയും ദേഹബലം ക്ഷയിക്കാതെയും ഇരുന്നു എന്ന്. ഇമ്മ്യൂണിറ്റി. ഇപ്പോൾ ലോകം മുഴുവനും കൊറോണ കാലത്ത് അന്വേഷിക്കുന്നത് ഇമ്മ്യൂണിറ്റി ബൂസ്റ്റിങ്ങിനെ പറ്റിയാണ്. പാവയ്ക്ക മുതൽ വെണ്ടയ്ക്ക വരെ കലക്കി കുടിച്ച് ആയുർവേദം, അലോപ്പതി, ഹോമിയോപ്പതി ഇതൊക്കെ അന്വേഷിച്ച് ഇമ്മ്യൂണിറ്റിയെ പറ്റി അന്വേഷിക്കുമ്പോൾ മരണശേഷവും 1 നൂറ്റാണ്ടിലധികം ഒരു ജനതയെ സ്വാധീനിക്കാൻ കഴിയുന്ന സ്പിരിച്വൽ ഇമ്മ്യൂണിറ്റി അത് സ്വന്തമാക്കിയ ഒരു മഹാപരിശുദ്ധൻ. എന്തൊരു സ്പിരിച്വൽ ഇമ്മ്യൂണിറ്റിയാണിത്! ഞാൻ മുമ്പേ പറഞ്ഞ ന്യൂജൻ പരിശുദ്ധന്മാർ കൊറോണ 8 മാസം നീണ്ടപ്പോൾ 8 നിലയിൽ പൊട്ടിയവരാണ്. കൊറോണ കേവലം 8 മാസം നീണ്ടപ്പോ 8 നിലയിൽ പൊട്ടിയ ന്യൂജൻ പരിശുദ്ധന്മാരുടെ കാലഘട്ടത്തിലാണ് തന്റെ മരണശേഷം 1 നൂറ്റാണ്ട് പിന്നിടുന്ന വിശുദ്ധിയുടെ ഇമ്മ്യൂണിറ്റി, ഇത് സ്പിരിച്വൽ ഇമ്മ്യൂണിറ്റി. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ സ്മരണാഞ്ജലിയുടെ അന്ത്യപാദത്തിലാണ്. അതുകൊണ്ട് 3 തലങ്ങളിൽ നിന്നുകൊണ്ടാണ് പരിമിത തിരുമേനി ഒന്ന് ഓർത്തെടുക്കാൻ ഞാൻ പരിശ്രമിച്ചത്. ഒന്ന്, ദ സെയിന്റ് ഹു റിയലൈസ് ദ ഫ്രാഗ്രൻസ് ഓഫ് ഹിസ് സറൗണ്ടിങ്സ്, ചുറ്റുപാടുകളുടെ ഗന്ധമറിഞ്ഞ പരിശുദ്ധൻ. രണ്ടാമതായി, ആത്മീയതയുടെ പുത്തൻ പാഠങ്ങൾ പരിചയപ്പെടുത്തിയ വിശുദ്ധൻ, ദ സെയിന്റ് ഹു ടീച്ച് ന്യൂ ഫേസസ് ഓഫ് സ്പിരിച്വാലിറ്റി. 3, സത്യത്തിന്റെ ഉദ്ഘോഷകനായ വിശുദ്ധൻ, ദ സെയിന്റ്, ദ ഹെറാൾഡ് ഓഫ് ട്രൂത്ത്. അങ്ങനെ വിശുദ്ധിയുടെ പുതിയ ഉയരങ്ങൾ പരിചയപ്പെടുത്തുകയും അന്ധകാരമായ ജീവിത പരിസരങ്ങൾ പ്രതീക്ഷയുടെ വിശുദ്ധ തിരുനാളങ്ങൾ കൊളുത്തുകയും മലങ്കര സഭയുടെയും കേരള പശ്ചാത്തലത്തിന്റെയും തിരുമേനി സൂചിപ്പിച്ച വിശ്വമാനവികതയുടെയും തലങ്ങളിൽ പ്രകാശസാന്ദ്രമായ വെള്ളി വെളിച്ചങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്ത മഹാപരിശുദ്ധന്റെ ഓർമ്മ നമുക്കെന്നും ബലവും അഭയവുമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വലിയ അവസരത്തിനായി മാവേലിക്കര യുവജന പ്രസ്ഥാന പ്രവർത്തകരോട്, അഭിമന്യ തിരുമേനിയോട്, പ്രിയപ്പെട്ട ഷിജി കോശിയച്ചനോട്, യുവന പ്രസ്ഥാനം പ്രവർത്തകരോട്, എല്ലാവരോടുമുള്ള നന്ദി രേഖപ്പെടുത്തി വാക്കുകൾ ചുരുക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.